എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ പോയി. ആ ബിന്യാണ്ടി ഞാൻ പായസം കുടിക്കുമ്പോ അന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഓർത്തുവാ കൊച്ച്. അതാണ് എന്തൊരു സന്തോഷം. മക്കൾ അതെ, ഏത് അതെ. പായസാടാ കുടിച്ചത്? പാലട പ്രഥമനാണോ വെളുത്തിരിക്കുന്നേ? എനിക്കറിയില്ല, അതവക്ക് ഓർമ്മയില്ല. മറന്നുപോയി. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? മീനൂട്ടിയുടെ ഡ്രസ് കാണുമ്പോ എനിക്ക് സേമിയ പായസം ഓർമ്മ വരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസം സേമിയ. സദ്യയൊക്കെ ഉണ്ടല്ലേ? എനിക്ക് പാലട പായസം ഏറ്റവും ഇഷ്ടം. ഒരു ചെറിയ പിങ്ക് കളർ. എനിക്ക് സേമിയ. എനിക്ക് ഇളനീർ പുഡിംഗ് ഓർമ്മ വന്നു. ഓ, എല്ലാവർക്കും കഴിക്കുന്ന ഒരു സാധനം ഓർമ്മ വന്നു ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താ ഓർമ്മ? മുംതാസ്. മുന്താസ്. ആ ഓക്കെ, അത് മതി. പിന്നെ ഏത് പാട്ടാ പാടണേ? ഞാൻ ഇന്ന് പാടുന്നത് റിക്ഷാവാല. വെരി കണ്ടോ, ഒരു ഓട്ടോയിൽ പോയ ഫീൽ ഉണ്ടാവും. അതെ, അതെ. ഹിന്ദിയാണോ? ഹിന്ദി പാട്ടാണോടാ? ഓ റിക്ഷാവാല റിക്ഷാവാല ആ കണ്ണു മലയാളം, മലയാളം. അതെ 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 അതെ. അപ്പൊ ഡീറ്റെയിൽസ് സിനിമ ചിരിക്കുടുക്ക. ഓക്കെ. എഴുതിയത് കല്യാണ കച്ചേരി. കേച്ചേരി. കേച്ചേരി. എന്ത് കേച്ചേരി? എന്ത്? യൂസഫ്. യൂസഫ് അലി. Yes. സംഗീത ശങ്കര. ശങ്കർ ഗണേഷ്. Yes. Okay. പിന്നെ പാടിയത് പി സുശീലാമ്മയും ജയചന്ദ്രൻ സാറും. Yes. അടിപൊളി. വർഷം 1976. Very good. കൺഗ്രാറ്റുലേഷൻ. Yes, very good. Thank you. പാടി തുടങ്ങാം. All the best. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you. रिक्शावाला, ओ रिक्शावाला. ओ रिक्शावाला, रिक्शावाला कण्णु तुरक्को रिक्शावाला. ओ रिक्शावाला, रिक्शावाला കണ്ണു തുറക്കൂ റിക്ഷാവാല. നിന്റെ ജീവിതയാതനയിൽ നേരിപ്പുകയോ വേദനയിൽ, നിന്റെ ജീവിതയാതനയിൽ നേരിപ്പുകയോ വേദനയിൽ, നീലനിലാവിൻ കുളിരയായി ഞാൻ വന്നു, നിനക്കു നൽകാൻ ഉപഹാരവുമായി ഞാൻ വന്നു. ഓ റിക്ഷാവാല, റിക്ഷാവാല കണ്ണു തുറക്കൂ റിക്ഷാവാല. വേണ്ട വേണ്ട വേണ്ടെങ്കിൽ ഉപഹാരം, വെറുതെ എന്തിനു വ്യാമോഹം, വെറുതെ എന്തിനു വ്യാമോഹം. തുള്ളി തുളുമ്പും ജീവിത ദശകം തള്ളിക്കളയരുതേ, വെറുതെ തള്ളിക്കളയരുതേ. തുള്ളി തുളുമ്പും ജീവിത ദശകം തള്ളിക്കളയരുതേ, വെറുതെ തള്ളിക്കളയരുതേ. സുന്ദരമാമേ രത്നകിരീട സ്വീകരിക്കൂ നീ, പ്രിയനെ സ്വീകരിക്കൂ. ഓ റിക്ഷാവാല, റിക്ഷാവാല കണ്ണു തുറക്കൂ റിക്ഷാവാല. രാജഭാരമിത് നിനക്കു മാത്രം, രാഗതാളമിത് നിനക്കു
കൊള്ളാല മിടിക്കേട്ടാ മിടിമിടിക്ക്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പാട്ടിന്. അതെ. തുള്ളി തുളുമ്പും എന്നുള്ള ആ സ്റ്റാൻസും കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് റിതം ചേഞ്ച്, ട്യൂൺ ചേഞ്ച്, പിന്നെ എത്താത്ത കൊമ്പത്തെ അതും അത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. വേദിയെ കുട്ടി സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറൈറ്റിയാണ്, ഭയങ്കര വെറൈറ്റിയാണ്. അതെ അവള് അതെ അതെ നന്നായിട്ട് പാടുകയും ചെയ്യും. അതെ അതെ. ഇത് ആരെ സെലക്ട് ചെയ്യണം ഇങ്ങനെ പാട്ടുകളൊക്കെ? വിഷ്ണുമാമൻ. വിഷ്ണുമാമൻ ആള് ചില്ലറക്കാരനല്ല. വിഷ്ണുമാമനൊരു വലിയ കൈയടി. ഈ വിഷ്ണുമാമൻ വേദിക കുട്ടിക്ക് വേണ്ടി മാത്രം നിസ്സാര സോങ് അല്ല വിഷ്ണുമാമൻ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും അടിയറവ് പറയിപ്പിക്കണം. അത്രയ്ക്കായെന്നുള്ള രീതിയിലാ വിഷ്ണുമാമൻ. പക്ഷേ കൊച്ചതെല്ലാം ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് കൊച്ചു പാടുന്നില്ലേ? പുല്ല് പോലെ, പുഷ്പം പോലെ, പുഷ്പം പോലെ. ഞാൻ എപ്പൂല്ലേ ഫുഡ് പോകുമ്പോ എപ്പൂ കൊടുത്തിട്ടേ ഉറങ്ങാൻ പോകും. ആണോ വിഷ്ണുമാമൻ? അത്ര ഇഷ്ടമാണ് അത്ര ഇഷ്ടാണല്ലേ? കൊച്ചിന് ഒരു ശത്രുതയില്ല. പക്ഷെ വിഷ്ണു അങ്ങനെയല്ല കാണുന്നത്. വിഷ്ണുമാമ ഒന്ന് വേദിയിലേക്ക് വരും. സ്റ്റേജിലേക്ക് വാ, സ്റ്റേജിലേക്ക് വാ വിഷ്ണു. അപ്പൊ ഇതാണ് നമ്മുടെ അതെ, വിഷ്ണുമാമൻ. പ്രേക്ഷകരെല്ലാരും കണ്ടോളൂ. ഇതാണ് കുട്ടികൾ എപ്പോഴും എപ്പോഴും പറയുന്ന വിഷ്ണുമാമൻ. പിള്ളേർക്ക് ചലഞ്ച് ചെയ്യാനുള്ള അതെ. ചലഞ്ചിങ് സോങ്സ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ആള്, എല്ലാ കാര്യം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്ന ഇവിടുത്തെ വിഷ്ണുമാമനാണ് ഈ വിഷ്ണുമാമൻ. അല്ല ഞാൻ മാത്രല്ല രാജേഷനുണ്ട്. അതുണ്ട്. പക്ഷെ അത് കപ്പിത്താൻ. രാജേഷന് ഇങ്ങനത്തെ പാട്ടൊക്കെ പോകും. അതെ അതെ, രാകേഷ് ഒരു പങ്കുണ്ടാവാണ്ടിരിക്കില്ല. അതെ 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 അതെ. എന്തായാലും വിഷ്ണുവിന്റെ പേരാണ് എപ്പോഴും കുട്ടികൾ പറയുന്നത്. ഇവിടുത്തെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു വിഷ്ണു ഞങ്ങളുടെ വ്യക്തിയാണ്. ചക്കരയാണ്. കാരണം ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ച് റിമി ഇങ്ങനെ വിഷ്ണുവിന്റെ സ്വഭാവത്തെ പറ്റി എപ്പോഴും വർണ്ണിക്കുന്ന കേൾക്കാം. ഇങ്ങനെ എത്രയും പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇതുപോലെ ഒരു ഭർത്താവിനെയാണ് ഏതൊരു ഭാര്യയെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ. ആ ഭാര്യയുണ്ടോ? ഉണ്ട്. അതെ, അങ്ങനെയൊക്കെ റിമി ഇവിടെ വന്ന് പറയാറുണ്ട്. നല്ല 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 സ്വഭാവമായിട്ട് എനിക്ക് അതെ തോന്നി. അതെ അതെ അതെ. അത് മാറ്റണം കേട്ടോ. ഓക്കെ വിഷ്ണു, എന്തായാലും സന്തോഷം. വെരി ഗുഡ് വെരി ഗുഡ്. അല്ല നമ്മളെ ഓട്ടോക്കാരന്റെ ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മള് ഓട്ടോക്കാരൻ അല്ലെങ്കിൽ സുന്ദരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാപ്പി സോങ്. അതെ അതെ. ഇത് ആ കണ്ണു തുറക്കൂ ഓട്ടോ വാല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ട്രാജഡി ട്രാജഡി, ആ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ട്രാജഡി ആയിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു റിമിയുടെ ഇതെന്തോ ട്രാജഡി, ഈ ഓട്ടോക്കാരന്റെ ജീവിതം വളരെ പ്രശ്നത്തിലെന്ന്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതെ അനുഭവിക്കുന്ന. അതെ അതെ അതെ. സത്യത്തിൽ ആ 2 വരിയിലെ ഓട്ടോ വന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കഥയായിരുന്നു. അതെ 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 അതെ. പിന്നെ എന്തോ ഭയങ്കര ചേഞ്ചസ് ആണ്. പിന്നെ എനിക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിത്തുളുമ്പും ജീവിത ചഷകം ഒന്ന് പാടി കേക്കട്ടെ. തുള്ളി തുളുമ്പും പാടിക്കോ. തുള്ളി തുളുമ്പും ജീവിത ദശകം തള്ളി. അല്ല കൊച്ചിനെ കടിച്ചപ്പെട്ട വേർഡ്സ് ആണ് അതെല്ലാം. കൊച്ചു എന്ത് അതെ 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 അതെ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ സൂപ്പർ. നമ്മുടെ Thank you. വേദിക കുട്ടി നമ്മളെയൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുത്ത ഓരോ പാട്ടുകൾ വേദി പാടി. കീഴടക്കി. അതെ, വേദി കീഴടക്കി വേദിക കുട്ടി. ഇന്ന് കീഴടക്കി ശരിക്കും. യെസ് യെസ്. മീനൂട്ടി എന്തോ ഈ ചെന്നൈയിലെ കാര്യം പറഞ്ഞല്ലോ, അവിടെ റിക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പാരീസിൽ ഇപ്പോഴും മറ്റേ റിക്ഷയാ. നമ്മുടെ ഓട്ടോ ആളുകളെ സൈക്കിളിൽ ഇങ്ങനെ ഓടി സൈക്കിൾ റിക്ഷ. ശരിക്കുള്ള റിക്ഷ. സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷ. എനിക്കൊരു കാര്യം പറയണം. എന്താണ് പറയാനുള്ളത്? എന്റെ ആ. ഫസ്റ്റ് ആ എന്റെ എന്റെ ഫസ്റ്റ് ബസാറെന്ന് അന്ന് ബസാറെന്ന് പറഞ്ഞിട്ട് ബസാർ. ബസാർ. ആടുന്ന് പാടിയതാന്ന് ഞാൻ 4-ാം വയസ്സില്. 4-ാമത്തെ വയസ്സില്. ഓക്കെ, ഏത് പാട്ടാ? ശ്രാവണ പാടിയത്. ശ്രാവണ ചന്ദ്രിക. ഓ, ആ പാട്ട് 4 ഇയേഴ്സിൽ പാടിയോ? മിടുക്കി, ഭയങ്കര മിടുക്കിയാണല്ലോ. ഇവിടെ എന്റെ മാഷൻ ടീച്ചർ വന്നിട്ടുണ്ട്. കണ്ടാ? അതാ എവിടെ മാഷ് ടീച്ചർ? അതാണ് മാഷ്. നമസ്കാരം. മാഷിന്റെ പേരെന്താ? വിഷ്ണു നമ്പൂതിരി. വിഷ്ണു നമ്പൂതിരി. ഓക്കെ, എവിടെയാ നാട്? ഇവരുടെ നാട് തന്നെ? മാലമംഗലം കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെ. അടുത്ത് തന്നെയാണ്. ഓക്കെ. ടീച്ചർ അല്ലേ? ടീച്ചറിന്റെ പേരെന്താ? എന്റെ പേര് അജിത, റിട്ടയർഡ് അധ്യാപിക. അജിത. ഓക്കെ ഓക്കെ. റിട്ടയർഡ് ആണെന്ന് ആരും പറയല്ലോ, അത് പറയണ്ട. അത് വെറുതെ. താങ്ക് യു. ഒരു മാഷും കൂടി വന്നിട്ടുണ്ട്. അതാരാ? കൈതപ്ര സാറിന്റെ അനുജൻ. അതെ കൈതപ്പുറം വാസുദേവൻ. അതെ, കൈതപ്പുറം വാസുവേട്ടൻ. കൈതപ്രസാറിന്റെ അതെ അനിയനാണ്. അതെ, കൈതപ്പുറം വാസുവേട്ടൻ കൈതപ്പുറം തിരുമേനിയുടെ അനിയനാണ്. വലിയൊരു യോഗാചാര്യനാണ്. യോഗ അഭ്യസിപ്പിക്കുന്ന ഒരു വലിയ ഗുരുവാണ് അദ്ദേഹം. അയ്യോ. അതെ, ഇഷ്ടംപോലെ ശിഷ്യഗണങ്ങളുണ്ട്. ഞാനും ഒരു അനുജൻ തന്നെയാണ്. ആണല്ലേ? കസനാണ്. എന്റെ ഇളയമയുടെ മകനാണ് ശരിക്കുള്ള കൈതപ്രം. കൈതപ്രത്തിന്റെ അന്യൻ ഇത്. ഓക്കെ ഓക്കെ. ഞാനും ഒരു കൈതപ്രത്തിന്റെ അനുജൻ കസനാണ്. അപ്പൊ കൈതപ്രസാറിന്റെ 2 പേരും ഒരു അനിയനെ അറിയാം. അപ്പം എത്ര ബ്രദേഴ്സ് ആണ് ശരിക്കും നിങ്ങള്? ഞങ്ങള് 3 പേരാ. അതെ അതെ. അയ്യോ, ഇപ്പൊ ആ ചിരി കണ്ടപ്പോ മനസ്സിലായി. ശബ്ദം വരെ കറക്റ്റ് ആണ്. സംസാര രീതി, ശബ്ദം. കൈതപ്രം തിരുമേനി
വാസുവേട്ടൻ പിന്നെ വിശ്വേട്ടൻ ഒരു 3 പേരാണ്. കൈതപ്രസാറിന്റെ ഇപ്പൊ ഒരു പാട്ട് ഹിറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ മിന്നൽ വാള ഡ്യൂപ്പർ ഹിറ്റ്. അതെ അതെ മിന്നൽ വാള അതെ 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 കയ്യിലിട്ട പെണ്ണഴകി, അത് കൈതപ്രസാറിന്റെ അതെ അതെ വരികളാണ്. അതെ അതെ അതെ. പിന്നെ കൈതപ്രസാറിനെ പറ്റി എന്ത് പറയാനാ, അതെ അതല്ലേ പിന്നെ ഞാൻ ആദ്യം റിലീസ് ചെയ്തത്, ഞാൻ മലയാളത്തിൽ ആദ്യം പാടി റിലീസ് ചെയ്തത് പാട്ട് കൈതപ്രം തിരുമേനിയുടെ പാട്ടാണ്, ഉദയപുരം സുൽത്താനിലെ പാട്ട്. എനിക്ക് വാസുവേട്ടനായിട്ടും പരിചയമുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. വാസുവേട്ടാ, ചേട്ടൻ എന്താ ഇങ്ങനെ എഴുതാനോ പാടാനോ സംഗീതം അങ്ങനെ എന്തെങ്കിലും? ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ. അത് പക്ഷേ ഫിലോസഫി, യോഗ, അതെ 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 ഓ, ഓ. അതേ മതിയല്ലോ. ഇന്നിപ്പോ ലോകമെമ്പാടും എല്ലാവരും അഭ്യസിക്കുന്ന കാര്യമാണ് യോഗ. യോഗാചാര്യന്മാരെ തേടി നടക്കും എല്ലാവരും. ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത ഗ്രാമമാണ് പാണപ്പുഴ. ആണല്ലേ? കൈതപ്രം ഒരു ഗ്രാമത്തിന്റെ പേരാ. അതെ അതെ അതെ. ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഇല്ലത്ത് വന്നിട്ടുണ്ട്. അതെ. അപ്പൊ വേദിയെ കുട്ടിയിലൂടെ പാണപ്പുഴ. നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റി. അതെ അപ്പൊ പാട്ട് കലക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ത് രസമായിട്ടാണ് വേദിക്കുട്ടി പാടുന്നേ. 4 വയസ്സിൽ ശ്രാവണ ചന്ദ്രിക പാടിയ കുട്ടിയല്ലേ ഇത്? വെറുതെ ഒന്നും ശ്രാവണ ചന്ദ്രിക ഒന്നും പാടാൻ പറ്റില്ല 4 വയസ്സിലൊന്നും. ടീച്ചർ എന്തോ പറയുന്നുണ്ട്. എന്താ ടീച്ചറെ പറയണേ? അതെ, അവള് നേരത്തെ പറഞ്ഞില്ലേ ആ. ശ്രാവണ അതെ, ചന്ദ്രിക ചന്ദ്രിക പാടിയെന്ന്. അത് ഞങ്ങളുടെ ഒരു ഗ്രന്ഥശാല ഉണ്ട് അവിടെയുള്ള ആ. ജ്ഞാനഭാരതി ഗ്രന്ഥശാല. അപ്പൊ ഓ. അവിടെ എല്ലാ വർഷവും വയലാർ അനുസ്മരണം കുറച്ച് നടത്താറുണ്ട്. വിപുലമായിട്ട് നടത്തും. ആ. ആ സമയത്ത് ഇവർ കുഞ്ഞു വാവയാണ്. എല്ലാം കുറേ ഗായകരും ഗായികമാരും ഒക്കെ വയലാറിന്റെ വിവിധ സോങ്ങുകൾ കോർത്തിണക്കിക്കൊണ്ട് പാടുന്ന സമയത്ത് കൊച്ചുകുട്ടി വന്നിട്ട് ഞാനും ഒരു പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ. കുഞ്ഞു വാവയല്ലേ പാടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റേജ് കൊടുത്തു. അപ്പോൾ ആ. ശ്രാവണ പൗർണമി മുഴുവൻ കരോക്കെ ശ്രാവണ ചന്ദ്രിക. അന്ന് 4 വയസ്സ് പോലും ആയിട്ടില്ല. ഓക്കെ. ശ്രാവണ ചന്ദ്രിക അത് ആ, ആ, വളരെ മനോഹരമായിട്ട് പാടി ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി. അത് ശരി. ഇപ്പൊ വീണ്ടും അത്ഭുതപ്പെടുത്തി ഇവിടെ ഞങ്ങളെ ഓരോ പാട്ട് പാടി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണ വരുന്തോറും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലിറ്റിൽ ഏഞ്ചലിൽ നിന്ന് പ്രൊമോഷൻ കിട്ടും തോന്നുന്നു അടുത്ത സീസണിൽ. കണ്ടസ്റ്റന്റ് ആയിട്ടല്ലേ? അതെ 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 അതെ. അടുത്ത തന്നെ ഒരു സീസണിൽ പ്രൊമോഷനോട് കൂടി വരുമായിരിക്കും അല്ലേ? അങ്ങനെ ആഗ്രഹമുണ്ടോ മത്സരത്തിന് പങ്കെടുക്കണമെന്ന്? എന്തായാലും വരും. അങ്ങനെയൊക്കെ കേട്ട് ഞങ്ങള് കേട്ടാ, പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ നമ്മുടെ താരക്കുട്ടി വന്നത്. താരക്കുട്ടി. അതെ, അപ്പൊ അടിപൊളി. വെരി ഗുഡ്. സൂപ്പർ ആയിരുന്നു. സൂപ്പർ സൂപ്പർ. പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ആ ചേഞ്ചില്. അത്ര നേരം വന്നതിന് പിന്നെ താളം മാറി, ട്യൂൺ മാറി, സ്റ്റൈല് മാറി, അങ്ങനെയൊക്കെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പെട്ടെന്ന്. ഓക്കെ, അതും ഈ പ്രായത്തില്. ഓക്കെ, വെരി ഗുഡ്. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കൈതപ്രം വാസുവേട്ടൻ പൂക്കുറ്റി.